ടിപ്പറിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണ് അനന്തുവെന്ന 24 വയസ്സുകാരനായ മെഡിക്കൽ വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവം പ്രദേശത്താണ് നമ്മളുള്ളത്. ഇതാണ് അനന്തു ഓടിച്ചിരുന്ന സ്കൂട്ടർ. ഇത്തരത്തിൽ ഭാഗികമായി തന്നെ സ്കൂട്ടർ തകർന്ന ഒരു അവസ്ഥയിലാണ്. കാണാം എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണെന്നുള്ളത്. അനന്തു നിംസ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, BDS വിദ്യാർത്ഥിയാണ്. ഇത്തരത്തിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ മുക്കോലയ്ക്ക് സമീപമുണ്ടായത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇത്തരത്തിൽ ലോഡുമായി പോയിരുന്ന ഒരു ടിപ്പറിൽ നിന്നാണ് വലിയൊരു കരിങ്കൽ കഷ്ണം അനന്തുവിൻ്റെ ദേഹത്തേക്ക് തെറിക്കുകയും അനന്തു ഓടിച്ചിരുന്ന ഈ സ്കൂട്ടറിൻ്റെ നിയന്ത്രണം തെറ്റി അനന്തു സമീപമുള്ള മതിലിലേക്ക് തെറിച്ചു വീഴുകയും മരണപ്പെടുകയുമൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. വളരെ ദാരുണമായൊരു സംഭവമാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ദൃക്സാക്ഷി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു അപകട സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ചേട്ടാ, ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അനന്തു ചേട്ടൻ്റെ ഒരു ബന്ധു കൂടിയാണെന്നുള്ളതാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ ഒരു സൗണ്ട് കേട്ട് വെളിയിലേക്ക് വരികയായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് കാഴ്ച? സൗണ്ട് കേട്ട് വെളിയിൽ ഓടി വന്ന ഞാൻ ഇവിടെ നിന്ന ആൾ ഞാൻ വീട്ടിൽ കയറ്റി ഇറങ്ങി വന്നപ്പോൾ ഓടി വന്നപ്പോൾ കേട്ട സൗണ്ട് ഭയങ്കരമായ സൗണ്ട് കേട്ടുകൊണ്ട് ഓടി വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ആൾ കിടക്കുന്ന വണ്ടി, എൻ്റെ വീടിൻ്റെ വണ്ടി കിടക്കും. എല്ലാം കൂടി ഒരു 30 അടി വരും ദൂരം. ഈ കരിങ്കല്ല് വീണ് പുള്ളി ആ പയ്യൻ തെറിക്കുന്നതും ഇടിച്ച് നിർത്തുന്നതും പിന്നെ വണ്ടി ഓടി വാഹനത്തിൽ നിന്ന് ഏകദേശം 30 അടി മാറിയായിരുന്നു അനന്ത് കിടന്നിരുന്നത്. അനന്ത് കിടന്നത് 15 അടി 20 അടിക്കാണ്. അനന്ത് കിടന്ന സ്ഥലം കാണിച്ചു തരാം. അനന്ത് കിടന്ന സ്ഥലവും വണ്ടി ഇടിച്ച സ്ഥലവും കാണിച്ചു തരുന്നത് മനസ്സിലാക്കും. നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു ടിപ്പറിൽ നിന്ന് തെറിച്ചു വീണ കരിങ്കൽ കഷ്ടമാണ്. എല്ലാവർക്കും കാണാം. ഒരു വലിയൊരു കരിങ്കൽ കഷ്ടം തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു ഭീമമായ ഒരു കരിങ്കൽ കഷ്ണം അനന്തുവിന്റെ ദേഹത്തേക്ക് തെറിക്കുകയും ഈ ഒരു ഓട്ടിച്ചിരുന്ന സ്കൂട്ടറിന്റെ കൺട്രോൾ തെറ്റിയാണ് അനന്തു സമീപമുള്ള ആ ഒരു മതിലിലേക്ക് അനന്തുവിന്റെ വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. ചേട്ടാ കാണുമ്പോഴത്തേക്കും എന്തായിരുന്നു അനന്തുവിന്റെ ഒരു അവസ്ഥ? അതായത് ഈ ഒരു ഭാഗത്തേക്കാണ് സ്കൂട്ടർ തെറിച്ചു വീണത്. ഈ ഒരു മതിലിലുള്ള അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഭാഗത്താണ് തെറിച്ചു വീണത്. സ്കൂട്ടറിന്റെ ചില കഷ്ണങ്ങളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇത്തരത്തിൽ ഇവിടെ സ്കൂട്ടർ വീഴുകയും ഇവിടെ അനന്ത് വീഴുകയും അല്ലേ? ഇവിടെയാണ് അനന്ത് വീണ് കിടന്നിരുന്നത്. സമീപത്തേക്ക് കുറച്ചകലെ മാറി ആ സ്കൂട്ടർ തെറിച്ചു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ചേട്ടൻ കാണുമ്പോഴത്തേക്ക് എന്തായിരുന്നു അനന്തിന്റെ ഒരു ശാരീരികാവസ്ഥ? പറഞ്ഞോട്ടെ, എന്തായിരുന്നു കാണുമ്പോൾ ഉണ്ടായ ഒരു? ഓടി വന്നപ്പോൾ ഞാൻ ഓടി ചെന്ന് എൻ്റെ വൈഫിനെ വിളിച്ച് സാധാരണ അപകടമാണല്ലോ, ഒരു ആംബുലൻസ് ആൾ വെളിയിൽ നടക്കുന്ന കൊണ്ടുപോകണമെന്ന്. അപ്പോൾ വിളിക്കാൻ വേണ്ടി അവൾ ഓടി വന്നപ്പോൾ എടുത്തു നോക്കിയപ്പോഴാണ് ആളിനെ അറിയുന്നതും പിന്നെ അവരെ ബന്ധുക്കളെ അറിയിക്കുന്നതെല്ലാം. പക്ഷേ അപ്പോഴാണ് കരിങ്കല്ല് അവിടെ കിടക്കുന്നത് കാണുന്നതും. ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോൾ കരിങ്കല്ല് കിടക്കുന്നു. അവിടെയാണ് കിടന്നത് കരിങ്കല്ല്. സർക്കിൾ വന്ന് എടുത്ത് എല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അങ്ങ് പോയതിനു ശേഷം ഞാൻ എടുത്തു അവിടെ കൊണ്ടുവച്ചു. എൻ്റെ ഉദ്ദേശം എന്താ അറിയാമോ? ഇല്ലെങ്കിൽ നാളെ പറയും ചെറിയ കല്ല് വീണെന്ന് പറയും. അത് പോലീസിലുള്ളവരായാലും നാട്ടുകാരായാലും മാറ്റുമെന്നൊരു സംശയം നിങ്ങൾക്ക്? എനിക്കുണ്ടായിരുന്നു, 100% ഉണ്ടായിരുന്നു. എല്ലായിടത്തും കള്ളക്കളിയാണല്ലോ. അത് ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ കല്ലെടുത്ത് അതിനകത്ത് വേണമെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയ പോലീസ് ഓഫീസിലെ കൈയടയാളം എല്ലാം കാണും. എൻ്റെ കൈയടയാളം നമ്മളിവിടെ നിൽക്കുമ്പോൾ ചില പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ ഒരു വലിയൊരു കുഴി നമുക്ക് റോഡിൽ കാണാം. ആ ഒരു കുഴിയിൽ വീഴുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ടിപ്പറിൽ നിന്ന് കരിങ്കൽ കഷ്ണം തെറിച്ചു വീണത്. അത്തരത്തിൽ സ്ഥിരമായ അപകടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. അതിലൊരു സത്യാവസ്ഥ ഉണ്ടോ? അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു കുഴിയായിരുന്നു. ഈ കാണുന്നുണ്ടല്ലോ, ഒരു കുഴിയായിരുന്നു. ഞാൻ 2 ദിവസം ഞാൻ ഒറ്റ സമരം ചെയ്തതാണ്. അതിനകത്ത് പോയി 2 ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് വന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടൊന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടികൾ വന്നിരിക്കും അല്ലേ കുഴി അടച്ചില്ലെങ്കിൽ. അന്ന് അടച്ചാണ് ഇത്രയും ഇതാ കാണുന്നുണ്ടോ? അത്ര അടച്ചാണ് അന്ന്. ചേട്ടൻ കാണുന്ന സമയത്ത് അനന്തു രക്തം വാർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. മുക്കിൽ കൂടെയും ഈ സൈഡിൽ കൂടെയൊക്കെ സംസാരിക്കാൻ ചെറുതായിട്ടെങ്കിലും അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു അനന്തുവിന്? ഞാനപ്പോൾ പോയില്ല. ഇവിടെ നിന്ന് ആംബുലൻസിലാണ് കൊണ്ടുപോയത്. പിന്നീട് ഞാൻ ആംബുലൻസ് വന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തലയിലേക്കാണ്, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും തലയിലേക്കാണ് ഒരു ഭീകരമായ ഒരു വലിയ പാറകഷ്ണം തെറിച്ചു വീണത്. തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്നാ തലയിലേക്കാണോ? ഇവിടെ എനിക്ക് തോന്നുന്നത് നെഞ്ചിലേക്കായിരിക്കും നിയന്ത്രണം. നെഞ്ചിലേക്കാണ്. അല്ലെങ്കിൽ തലയിൽ നിന്ന് വീണ് നെഞ്ചിലേക്ക് വീണിരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കില്ല. അവൻ വളരെ പതുക്കെ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ്. റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായി
നല്ല പെർഫെക്റ്റായ ഒരു വ്യക്തിയാണ് അവൻ. എനിക്ക് നല്ല ബോധ്യമുള്ളവനാണ് അവൻ. അതാണ് ഈ സംഭവത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത അത് തന്നെയാണ്. അതായത് ഈ അനന്തു ഇത്തരത്തിൽ എല്ലാ റോഡ് നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഹെൽമറ്റൊക്കെ വെച്ച് വേഗതയൊക്കെ നിയന്ത്രിച്ച് വാഹനം ഓടിക്കുന്ന ഒരു യുവാവാണ്. അനന്തുവിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ശ്രദ്ധക്കുറവും കൊണ്ടല്ല ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ വിഴിഞ്ഞ തുറമുഖത്തേക്ക് പോകുന്ന ഓവർലോഡാണെന്നാണ് ഈ ഒരു പ്രദേശവാസികളും കണ്ട ദൃക്സാക്ഷികളും അടക്കം പറയുന്നത്. ഈ ഒരു ഭാഗത്തേക്കാണ് അനന്തുവിൻ്റെ വാഹനം തെറിച്ച് വീണത്. വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും തെറിച്ച് കിടപ്പുണ്ട്. ഇത്തരത്തിൽ കുറച്ചധികം ഈ ഭാഗത്തേക്ക് അനന്തു കിടക്കുന്നു, പിന്നെ കുറച്ചധികം ഭാഗത്തേക്ക് തെന്നി മാറിക്കൊണ്ട് ഈ ഒരു സ്കൂട്ടർ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയൊരു പാറക്കഷ്ണം തന്നെയാണ്. ഇതൊരു ചെറിയ പാറക്കഷ്ണമല്ല. ഒരിക്കലും ഈ ഒരു പാറക്കഷ്ണം ദേഹത്തേക്ക് കാഷ്വാലിറ്റി തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് നമ്മൾ കാണിച്ചിരുന്ന ആ ഒരു ഭാഗത്തേക്ക് അനന്തുവിൻ്റെ വാഹനം ഇടിച്ച് വീഴുന്നു. അത്തരത്തിൽ അനന്തുവിന് ഗുരുതരമായ പരിക്കാണ് തലക്കേൽക്കുന്നത്. ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു അവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. എന്തായാലും ഇത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ മുക്കോലയിൽ ഉണ്ടായത്. നിംസ് മെഡിക്കൽ കോളേജിൽ 4ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു അനന്തു. നാട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവനായിരുന്നു അനന്തു. എന്തായാലും ഇത്തരത്തിൽ തുടരെ ഈ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളെല്ലാം വിഴിഞ്ഞം ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ തുറമുഖത്തേക്ക് ലോഡുമായി പോകുന്ന ടിപ്പർ ലോറികൾ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രദേശവാസികളടക്കം സാക്ഷ്യപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ഈ ഒരു ശ്രേണിയിലെ ഏറ്റവും അവസാനത്തെ അപകടമായി അല്ലെങ്കിൽ മരണമായി അനന്തുവിൻ്റെ ഈ ഒരു മരണം കൊണ്ടെങ്കിലും ഈ ഒരു അപകടങ്ങൾ തീരട്ടെ എന്നുള്ള അതിയായ ആഗ്രഹം തന്നെയാണ് നമുക്കുമുള്ളത്. ഈ ഒരു തീരാ ദുഃഖം ആണെങ്കിൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി ഈ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അതിദാരുണമായൊരു സംഭവം. അനന്തു എന്ന 24 വയസ്സുകാരനായ യുവാവാണ് മരണപ്പെട്ടത്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.